ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയാണ്. ആ ഒരു സമയത്ത് വിളക്ക് ഇങ്ങനെ താഴേക്ക് വീഴാൻ പോകുമ്പോൾ നമ്മുടെ ഭൂമി വന്നിട്ട് അതിലേക്ക് ചേർത്ത് പിടിക്കാനുണ്ട് അജയുടെ കൈകളിലേക്ക്. അങ്ങനെ ആ ചടങ്ങിൽ അജയും അതുപോലെ തന്നെ ഭൂമിയും കൂടെ പങ്കാളികളായി രീതിയിലായിരിക്കും ആ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയും ഒക്കെ നടക്കാൻ കേട്ടോ. അങ്ങനെ അവസാനം ഭൂമിയാണെങ്കിൽ ഭൂമിയെ ഇങ്ങനെ നമ്മുടെ തല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തല്ലുമ്പോൾ പിന്നെ അച്ഛനെ കുറിച്ചൊക്കെ മോശമായിട്ട് പറയുമ്പോൾ ഭൂമി അതിനൊക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാം. എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും. എന്നെ പൊന്നുപോലെ വളർത്തുന്ന എൻ്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരാതെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമിയുടെ ആ നിഷ്കളങ്കമായ സംസാരവും ആ ഒരു പ്രതീതിയും ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭൂമിയോട് ചെറിയൊരു ഇതൊക്കെ തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ അജയ്ക്കാണെങ്കിലും ഭൂമിയോട് ചെറുതായ രീതിയിൽ ഒരു അനുകമ്പയൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജനേനെ നമ്മുടെ ഭൂമി തല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലും അജയ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അഞ്ജന ഇങ്ങനെ അജയെ നോക്കുമ്പോഴും അജയ് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അഞ്ജനയ്ക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അജയും അതുപോലെ നമ്മുടെ ഭൂമിയും തമ്മിൽ ഒരു പ്രണയമുണ്ടെന്നും അജയ്ക്ക് ഭൂമി ഒരുപാട് ഇഷ്ടമാണെന്നും ഒക്കെ അഞ്ജന ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും അഞ്ജനയാണെങ്കിൽ ആരും അറിയാതെ കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭവാനി അവിടേക്ക് കയറി വരികയാണ്. എന്താ നീ കാണിക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? ആരെങ്കിലും വന്ന് കണ്ടാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? അമ്മ തന്നെ പറ. ആ അജയ്ക്ക് ആരെയും ഇഷ്ടമെന്ന് പറയാം അമ്മയ്ക്ക്, എന്നെയല്ല ആ ഭൂമിയെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അത് നിനക്ക് എങ്ങനെ? അതേ അമ്മ, ഇന്ന് തന്നെ അവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ അമ്മ കണ്ടോ? എന്നെ തല്ലിയപ്പോൾ പോലും അവനൊരു വാക്ക് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഭവാനി പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. ഈ അമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം അമ്മ നിന്നെ അങ്ങനെ ഞാൻ ഇത്രയും നാളും നെയ്തുകൂട്ടിയ ഈ സ്വപ്നങ്ങളൊന്നും അങ്ങനെ പാഴാക്കാൻ ഞാൻ അനുവദിക്കില്ല മോളെ. എത്ര ആയാലും അഞ്ജന നിന്നേക്ക് അജയിനെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി ഇങ്ങനെ വാക്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നമ്മുടെ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും എൻട്രി എന്ന് പറയണത്. അങ്ങനെ മുത്തശ്ശി, അതായത് അച്ഛമ്മ അവിടേക്ക് വരുമ്പോൾ അങ്ങനെ സൗഭാഗ്യ മുത്തശ്ശി വന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അഞ്ജന കള്ളെല്ലാം കുടിച്ചിട്ട് ബോധരഹിതയായിട്ട് കട്ടിലിൽ വീണ് കിടക്കുന്നതായിരിക്കും കേട്ടോ. ഭവാനിക്ക് സുഖമായിരിക്കും. അങ്ങനെ ഭവാനിയോട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിൻ്റെ മകളെ വിദേശത്ത് പോയി പഠിപ്പിച്ചതും എല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല. അവളുടെ സ്വഭാവം ഈ സൗഭാഗ്യ കുടുംബത്തിൽ ആരും ഒരു ആണുങ്ങൾ പോലും ഒരു മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ആ കുടുംബത്തിലാണ് നിൻ്റെ മകൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. എന്തായാലും ഭവാനി, ഇതിൻ്റെയൊക്കെ കാരണക്കാരി നീ തന്നെയാണ്. നിൻ്റെ മകളെ നല്ല രീതിക്ക് നീ വളർത്തണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, ഞാനൊരു തീരുമാനം എടുത്തു. എന്തായാലും അജയുടെയും അഞ്ജനയുടെയും വിവാഹം ഞാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷേ അതിലെനിക്കിനി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അജയ്ക്ക് ഇങ്ങനൊരു പെണ്ണിനെയല്ല വേണ്ടത്. അവന് വിദ്യാസമ്പന്നയും അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയുമുള്ളൊരു പെണ്ണിനെയാണ് അവന് വേണ്ടത്. അല്ലാതെ നിൻ്റെ മകളെ പോലെ ഇങ്ങനെ കള്ളു കുടിച്ച് കൂത്താടി നടക്കുന്നവളെ അല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ കലിയിളകി പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അഞ്ജനനെ തല്ലുകയാണ് കേട്ടോ നമ്മുടെ ഭവാനി. എന്നിട്ട് പറയുന്നത്, ഇത്രയും കാലം ഞാൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം നീ ഒരു നിമിഷം കൊണ്ട് നീ തകർത്തെറിഞ്ഞില്ലേ? മുത്തശ്ശി പറഞ്ഞു, ഇനി ഇങ്ങനൊരു കല്യാണം പോലും നടത്തത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ, എനിക്ക് അപ്പോഴത്തെ സങ്കടത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഇതിനുള്ള പരിഹാരം എനിക്കറിയാം. അമ്മേൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയാണ്. നാളെ രാവിലെ ഞാൻ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോകും. അമ്മ എല്ലാവരെയും കൂട്ടി അവിടേക്കൊന്ന് വരണം. എൻ്റെ നാടകം അവിടെ അരങ്ങേറും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഭവാനി പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചത് പറഞ്ഞാലും ശരി, എങ്ങനെയെങ്കിലും ഈ വിവാഹം അത് നടന്നിരിക്കണം മോളെ. അതിലാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ. മോളത് ഓർത്തോണം എന്നൊക്കെ പറയാനുണ്ടോ. അതെല്ലാം എനിക്കറിയാം അമ്മ വിഷമിക്കാതെ. അമ്മ ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി എന്ന് പറയാനുണ്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലേക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജന കാറൊക്കെ എടുത്തിട്ട് അങ്ങനെ കീയൊക്കെ കൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. പെട്ടെന്ന് ഭവാനി ഓടി വന്ന് മുത്തശ്ശിയോടും അതുപോലെ തന്നെ അജയോടും പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഓടി വന്നേ. അഞ്ജനയാണെങ്കിൽ ആകെ വിഷമത്തിലായിരുന്നു. ഇന്നലെ രാത്രി മുതൽ അഞ്ജനയ്ക്ക് എഴുതിട്ട് ഉറക്കം പറഞ്ഞില്ല. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട്, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് നിനക്കറിയില്ലേ? കള്ളു കുടിച്ച് കൂത്തടിച്ച് നടക്കുകയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അത് പിന്നെ അമ്മ തന്നെ കണ്ടല്ലേ, ആ ഭൂമി വന്ന് ചടങ്ങുകളെല്ലാം നശിപ്പിച്ച് ആ ഒരു ദേഷ്യത്തിലാണ് മോൾ അങ്ങനെയൊക്കെ ചെയ്തത്. അതിന് വല്ലാത്ത മോൾക്ക് സങ്കടമായിരുന്നു. മോൾക്ക് വല്ലാത്ത കുറ്റബോധമായിരുന്നു. രാവിലെ തന്നെ അമ്പലത്തിലേക്കാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ട്. എനിക്ക് പേടിയാകുന്നു. എനിക്ക് അവളല്ലാതെ ആരെയുള്ളത്? നിങ്ങളൊന്ന് വന്നേ. അവൾക്ക് എന്താ
സംഭവിച്ചു, അല്ല അവൾ എന്തിനാ പോയത് നമുക്കൊന്ന് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് അജയ് നീ വേഗം വണ്ടി എടുത്തോണ്ട് പോ, ഞങ്ങൾ പിന്നാലെ വന്നേക്കാം, എന്താണെന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അജയും അതുപോലെ തന്നെ ഭവാനിയൊക്കെ കൂടി അമ്പലത്തിലേക്ക് അങ്ങനെ പോകാൻ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അഞ്ജനയാണെങ്കിൽ കയ്യിൽ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. ഉടനെ തന്നെ ഭവാനി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ മോനെ, ഇത് കണ്ടോ ഇവൾ കാണിച്ചു കൂട്ടുന്നത്, ഈ വേദന സഹിച്ച് ഇവൾ എന്തായി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, എന്തിനാടി നീ ഈ വേദന സഹിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ ഇതൊന്ന് വിട്ടേ, ഇങ്ങനത്തെ പ്രായശ്ചിത്തമോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് പിന്നെ ഇന്നലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് മറ്റൊന്നും കണ്ടല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ്, നിനക്കറിയാമല്ലോ, എന്നിട്ട് നീ ഇതൊന്നും എന്നെ നീ കഴിക്കണമെന്ന് പോലും നീ ഒന്നും പറയുന്നില്ലല്ലോ, എന്നോട് നിനക്ക് ഒരു ഇഷ്ടവും ഇല്ലല്ലോ അജയ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, ഇങ്ങനെയൊക്കെ ചെയ്താലെങ്കിലും നീ നിൻ്റെ മനസ്സിൽ എന്നെ കയറ്റുമല്ലോ, അതുകൊണ്ട് മാത്രം ഭഗവാൻ എന്നെ കാണട്ടെ, എൻ്റെ മനസ്സ് എനിക്ക് നിന്നോടുള്ള സ്നേഹം അറിയട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അജയ് പറഞ്ഞിട്ട്, എൻ്റെ പൊന്നഞ്ജന, നിന്നെ എനിക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളും നല്ല കസിൻസും ആയിരിക്കും, ഒരിക്കലും നിന്നെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല, പിന്നെ മുത്തശ്ശിയുടെ ഒരു ആഗ്രഹമാണല്ലോ എന്ന് കരുതി ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി വരികയായിരുന്നു, അപ്പോൾ മുത്തശ്ശി തന്നെ പറഞ്ഞു ഈ വിവാഹം വേണ്ടാന്ന്, അത് നന്നായി ഞാൻ പറയുള്ളൂ, കാരണം നിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ സാധിക്കില്ല, ചെറുപ്പം മുതൽ കളിച്ചു വളർന്നവരല്ലേ നമ്മൾ, എനിക്കങ്ങനെ നിന്നെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറയാനിട്ടോ. ഉടനെ അഞ്ജന പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടം എന്നൊക്കെ പറയാനേ. ഈ സമയത്ത് ഭൂമി അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഭൂമിയാണെങ്കിൽ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടേക്ക് വന്നത്. അങ്ങനെ ഇങ്ങനെ അഞ്ജന കയ്യിൽ കർപ്പൂരമൊക്കെ കത്തിച്ചേക്കണമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജനയുടെ മുഖത്ത് വേറൊരു ഭാവവ്യത്യാസവും, അതായത് കയ്യിൽ കർപ്പൂരം കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാവവ്യത്യാസവും കാണുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കയ്യിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കൈ ഒരു തരിമ്പ് പോലും അനങ്ങുന്നില്ല, അതായത് ചൂടിൻ്റെയോ പൊള്ളുന്നതിൻ്റെ ഒരു ഭാവവ്യത്യാസവും കയ്യിലോ അതുപോലെ തന്നെ നമ്മുടെ അഞ്ജനയുടെ ശരീരത്തൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഭൂമി ഇങ്ങനെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോഴായിരിക്കും കർപ്പൂരത്തിൻ്റെ അടിയിൽ നല്ല കട്ടിക്ക് തന്നെ ഒരു ബാൻഡേജ് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ കൈ തട്ടിത്തെറിപ്പിക്കാണ് കേട്ടോ. കാരണം ഭൂമിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇങ്ങനെ പറ്റിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇഷ്ടമല്ല. എവിടെയാണെങ്കിലും അത് പ്രതികരിച്ചിരിക്കും, അത് ആരാണെന്ന് പോലും നോക്കില്ല കേട്ടോ നമ്മുടെ നായിക. അങ്ങനെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് ഉടനെ നമ്മുടെ പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ കാണിച്ചത്, കർപ്പൂരം എന്തിനാ തട്ടിക്കളഞ്ഞത്, നിന്നെ ആരെയും ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയത്, നിൻ്റെ കാര്യം നോക്കിയാൽ പോലെ, ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് നീ എന്തിനെങ്ങനെ ഞൊഴിഞ്ഞു കയറി പറഞ്ഞത് എന്ന് പറയുമ്പോൾ അജയും ഇങ്ങനെ ചോദിക്കുക, എന്താ ഭൂമി, എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അജയ് നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, അവളുടെ കയ്യിലെ ബാൻഡേജ് വെച്ചിരിക്കുകയാണ് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ അവളുടെ അഭിനയമാണ് കണ്ടോ, ദൈവത്തിന് മുൻപിലാണ് ഈ കള്ളക്കളികളൊക്കെ കാണിക്കുന്നത്, അതാ എനിക്കിത് കണ്ടപ്പോൾ സഹിച്ചില്ല, അതാ ഞാൻ തട്ടിത്തെറിപ്പിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി അവിടേക്ക് വരികയാണേ. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നത്, എന്താ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടണേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇത് എന്താ ഈ കാണിക്കുന്നത്, ഈശ്വരൻ്റെ മുൻപിലാണോ നിങ്ങളുടെ കളിയും പരിഹാസങ്ങളും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ അത് മറ്റൊന്നുമല്ല, ഇവൾക്ക് അത്രമാത്രം അജയന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറഞ്ഞു, ഇതൊന്നും ക്ഷമിക്കാൻ പറ്റിയ തെറ്റൊന്നും അല്ല, രണ്ടെണ്ണം ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് പിള്ളേരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തള്ളമാർ അതൊക്കെ പറഞ്ഞ് ശരിയാക്കേണ്ടത്, അല്ലാതെ കൂട്ടു നിൽക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയേക്കാം, ഇനി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ വായിന്ന് വല്ലതും വീഴും, ഇത് ഒരു പവിത്രമായ ഒരു സദസ്സാണ്, ഇവിടെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരികെ പോകുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭൂമി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭൂമിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ടായിരിക്കും മുത്തശ്ശി പോകുന്നത്. അജയ് ആണെങ്കിലും ഭൂമിയെ നോക്കി ഒരു പുഞ്ചിരിയൊക്കെ ചിരിച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. എന്നാൽ ഭവാനി അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് അധിക കാലം ആയുസില്ലടി, നീ നോക്കി വെച്ചോ, എൻ്റെ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഞാൻ നിന്നെ വാഴിക്കത്തില്ല, അതിന് നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ഭവാനി പോകുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഭൂമിയും തിരികെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അച്ഛൻ്റെ കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അധികം ആയുസ്സൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ആപത്താണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ റെഡിയാക്കണമെന്നൊക്കെ ഭൂമിയോട് പറയാനായിട്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഡോക്ടറെ, ക്യാഷിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടാത്ത വാതിലുകളില്ല, എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ രക്ഷിക്കാനുള്ള വഴി ഞാൻ നോക്കും
എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് നിറ കണ്ണുകളോടെ ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭവാനി അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കുകയും ഉടനെ ഭവാനി എന്താ ഇങ്ങനെ ഭൂമിയോട് പറഞ്ഞിട്ട് ഒന്ന് നിന്ന് അവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിമുടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നത്, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അല്ല, നിന്നെ ഒന്ന് അടിമുടി കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിലേക്ക് ആയിരിക്കും കേട്ടോ നോക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുണ്ട ഉണ്ടല്ലോ ഭവാനിയുടെ, ആ ഗുണ്ട വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ അച്യുതന് 22 വർഷങ്ങൾക്ക് മുൻപ് മേഡം കൊല്ലാൻ കൊടുത്ത മകൾ തന്നെയാണ്. കാരണം ഞാൻ അന്വേഷിച്ചു, ഇവിടേക്ക് ഇയാൾ വരുമ്പോൾ 2.5 വയസ്സുള്ള ഒരു കുട്ടി ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് ഇതാ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ പാരമ്പര്യ ഒരു സ്വത്തില്ലേ, പരമ്പരാഗതമായിട്ട് തലമുറകൾ കൈമാറി വന്നിട്ട് പേരക്കുട്ടികളൊക്കെ ധരിക്കുന്ന ആ ഒരു മാല, നാഗമാല, ആ മാല ഈ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ കണ്ടു. ഇപ്പോഴൊന്നുമല്ല, 2 ദിവസം മുൻപ് ഈ കുട്ടിയും ആ അച്യുതനും കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഈ മാല കണ്ടിട്ടുണ്ട്, ആ ഒരു ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ മേഡത്തിന് ഇട്ട് തരാം, അപ്പം മേഡത്തിന് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഭവാനിയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ കഴുത്തിൽ ആ മാല ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഭൂമിനെ അടിമുടി ഇങ്ങനെ നോക്കിയത്. പക്ഷെ ആ മാല ഉണ്ടായിരിക്കില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല നമ്മുടെ അച്യുതൻ ഊരി വാങ്ങിക്കാണ് കേട്ടോ. ആരെങ്കിലും ഈ മാല കണ്ടിട്ട് ഇത് അഭിരാമിയാണെന്ന് മനസ്സിലാക്കിയാൽ തൻ്റെ മകളെ തന്നിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുമല്ലോ, അത് ഭയന്നിട്ട് മാല ഊരി മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കടയുണ്ട്, 1 ലക്ഷം രൂപയിൽ മേളിലാണ്, അത് ഇത്രയും പെട്ടെന്ന് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് മോളെ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഭൂമിയുടെ കയ്യിൽ നിന്ന് അച്യുതനാണെങ്കിൽ ആ മാല വാങ്ങുന്നത്. അപ്പോൾ മാല കാണാതപ്പോൾ നമ്മുടെ ഭവാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ അത് സത്യമായിരിക്കില്ലേ, പക്ഷേ അയാൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം സത്യങ്ങളാണ്. പക്ഷേ ആ മാല ഇവളുടെ കഴുത്തിലല്ലോ. എന്തായാലും സത്യങ്ങൾ കണ്ടുപിടിക്കാം. ഇവൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് തന്നെ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ, അങ്ങനെ ഇവളെ വിട്ടുകളയാൻ പറ്റില്ല. എന്തായാലും ആ ഡോക്ടറെ പോയിന്ന് കാണണം, എന്താണെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പോയിട്ട് പറയുന്നുണ്ട്. എന്തായാലും അവൾക്കിപ്പോൾ എന്താ അവളുടെ അസുഖം, അല്ല എന്തിനാ ഡോക്ടറെ അവളെ കാണാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ കുട്ടീനെ അറിയുമോ? അറിയത്തൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ ചായയും കടിയൊക്കെ ആയിട്ട് അവൾ വരും, അത്ര തന്നെ. ആ ഒരു സ്നേഹം വെച്ച് ചോദിച്ചതാ ഡോക്ടറെ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എല്ലാ അസുഖം, ആ കുട്ടിയുടെ അച്ഛനാണ്, ബ്രെയിൻ ട്യൂമറാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ആർക്ക്? അച്യുതനോ? അപ്പോൾ പറയും അച്യുതന് ബ്രെയിൻ ട്യൂമറാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു എന്ന് പറയണേ. അങ്ങനെ അല്ലേ, എങ്കിൽ ശരി ഡോക്ടറെ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ അവിടേക്ക് അഞ്ജന പറഞ്ഞത്. അപ്പോൾ അഞ്ജന ആണെങ്കിൽ ഗൈനക്കോളജിയുടെ അടുക്കളായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭവാനി എന്താ നീ ഇവിടെ എന്ന് പറയുമ്പോൾ അമ്മയൊന്ന് മിണ്ടാതിരുന്നേ എന്നിങ്ങനെ പറയണേ. എന്താ നീ ഇവിടെ എന്നല്ലേ ചോദിച്ചത്, എൻ്റെ ചങ്കിൽ തീ കോരിയിടല്ലേ മോളെ, എന്താ കാര്യമെന്ന് എന്ന് പറയുമ്പോൾ അഞ്ജന പറയാണ്, അമ്മ അത് പിന്നെ ഞാൻ 2 മാസം ഗർഭിണിയാണെന്നോ, അത് ആരാ നിന്നെ ചതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരും ചതിച്ചതല്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഇവിടെ ലിവിങ് ടുഗദർ അല്ലായിരുന്നോ, അങ്ങനെ പറ്റിയതാ, അവനെ ഞാൻ തേച്ചിട്ട് വന്നതാ, ഇനിയിപ്പോൾ ഈ കുട്ടിയെ കളയണം, അതാ സേഫ്, അതിന് വേണ്ടിയിട്ട് വന്നതാ. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്, നീ ഓരോരോ ഉടായ്പും കൊണ്ടെങ്കിൽ വരികയാണോ, ഈ ഓരോരോ കേസും കൊണ്ട് വന്നാൽ നിൻ്റെ ജീവിതം സ്പോയിലായി പോയില്ലേ, നീ ഇതൊന്നും എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ അമ്മയെ ചിന്തിച്ചിട്ടാണ് പറയുന്നത്, ഇത് സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ ഇത് കളയുക, അത്ര തന്നെ, എന്നിട്ട് അജയുമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുക, അതായിപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അമ്മയും കൂടെ കയ്യിൽ വന്നേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ ഡോക്ടറെ കാണുവാനുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ അബോർഷൻ സമ്മതിക്കില്ല, എന്തെന്നൊക്കെ പറഞ്ഞാൽ അബോർഷൻ സമ്മതിക്കില്ല, ഇപ്പോൾ അബോർഷന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് മാത്രമല്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് അബോർഷൻ ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഡോക്ടറിന് ഒരു കെട്ട് ക്യാഷ് എടുത്ത് കൊടുക്കാനിട്ടോ. പക്ഷേ ഡോക്ടർ അത് വിസമ്മതിക്കാനിട്ടോ. അങ്ങനെ ഡോക്ടർ പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുന്ന ഭൂമിയെയും അതുപോലെ തന്നെ അഞ്ജനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തായിരിക്കും ഭൂമി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തിനായിരിക്കും ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടറിന് അവർ പൈസ കൊടുത്തത്, അതുമല്ല ഗൈനക്കോളജിക്ക് എന്തായിരിക്കും, ഇവർക്കിടയിൽ എന്തൊക്കെ ദുരൂഹതകൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഭൂമിയാണെങ്കിൽ ആ ഡോക്ടറെ പോയി കാണാൻ കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ മറ്റു പേഷ്യൻസിൻ്റെ രഹസ്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ധർമ്മത്തിൽപ്പെട്ട കാര്യമല്ല, അതുകൊണ്ട് മറ്റു പേഷ്യൻസിൻ്റെ വിവരങ്ങളൊന്നും ഞങ്ങൾ പറയില്ല, സോറി എന്ന് പറയുമ്പോഴത്തേനും ഭൂമി പറയുന്നുണ്ട്, അത് വെറുതെ കൊണ്ടല്ല, എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട് ആലോചിച്ചതാണ് ഈ കുട്ടീനെ, അപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിച്ചു, അതുകൊണ്ടാണ് ഒരു പേടി, അവരിപ്പോൾ വിവാഹ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഇവിടെ ഗൈനക്കോളജിയുടെ അടുത്ത്
നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോ മനസ്സിനൊരു പ്രയാസം, അതുകൊണ്ട് ചോദിച്ചതാ ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതമല്ലേ ഡോക്ടറെ എന്നൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അത് പിന്നെ ഈ കുട്ടി ഗർഭിണിയാണ്, അപ്പോൾ ബോയ് ഫ്രണ്ട് ചതിച്ചു എന്നോ അങ്ങനെ എന്തുവാ പറഞ്ഞത്, അപ്പോൾ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, പക്ഷേ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് ക്യാഷും ഓഫർ ചെയ്തു, പക്ഷേ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ എത്തിക്സിനെതിരാണല്ലോ, അതാണ് കാര്യം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാളുടെ ജീവിതം ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതിനി പുറത്ത് പബ്ലിസിറ്റി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പോകാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ആകെ തകർന്നു പോകുവാണ് കേട്ടോ. അങ്ങനെ അജയ് സാറിനെ ഒരു ചതിക്കുഴിയിലേക്ക് കൊണ്ടുവിടാൻ എനിക്കാവില്ല, അതിന് എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജന തീരുമാനിച്ചിരിക്കാനുണ്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും കൂടെ ഒരു പദ്ധതികളൊക്കെ ഇങ്ങനെ തയ്യാറാക്കുകയാണ്. അങ്ങനെ ഒരു പെട്ടിയും എല്ലാം പാക്ക് ചെയ്യാൻ കേട്ടോ. അതേ സമയത്ത് മുത്തശ്ശിയും കവിതയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എവിടെ പോവാ, എന്തോ ഒരു വലിയ യാത്രയാണെന്ന് തോന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശി, എൻ്റെ ഭർത്താവ് അതായത് മുത്തശ്ശിയുടെ മകൾ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ സ്ഥാനം ഞങ്ങൾക്ക് നഷ്ടമായി തന്നെ കൂട്ടിക്കും. ഞങ്ങളിവിടെ വളർന്നതാണ്, പക്ഷെ അതൊന്നും ഇനിയിപ്പം നടക്കില്ല. എല്ലാവരും വളർന്നു വലുതായി അവരുടെ ഇണകളെ തേടി, അപ്പോൾ ഇനിയിപ്പം ഞങ്ങളെല്ലാവർക്കും ഒരു അധികപ്പറ്റായിരിക്കും. അതുകൊണ്ട് മുത്തശ്ശി എൻ്റെ മകളുടെയും അജയുടെയും വിവാഹമൊക്കെ നിശ്ചയിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അതൊക്കെ വേണ്ടെന്ന് വെച്ചില്ലേ, ഇനിയിപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുക. എല്ലാം മുത്തശ്ശിയുടെ അമ്മയുടെ മോൻ കാണുന്നുണ്ട്, ആത്മാവായിട്ടിരുന്ന് കാണുന്നുണ്ട്, അത്ര തന്നെ എന്ന് പറഞ്ഞാൽ വിങ്ങി പൊട്ടിക്കരയാനുണ്ട്. അത് കാണുമ്പോൾ മുത്തശ്ശിക്കും എല്ലാവർക്കും സങ്കടമാകണേ. അങ്ങനെ സെൻറ്റിമെൻ്റലി വീഴ്ത്തുകയാണ് കേട്ടോ എല്ലാവരെയും. അങ്ങനെ ഭവാനി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെല്ലാം ഇതിരുന്ന് കാണുന്നുണ്ട്, സാഗർ എല്ലാം അറിയുന്നുണ്ടല്ലോ, അത് മതി, സാഗർ എന്തെങ്കിലും വഴി ഞങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കും അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പടിയിറങ്ങുമ്പോഴായിരിക്കും മുത്തശ്ശി പറയുന്നത്, നിന്നെ അവിടെ അങ്ങനെ നിങ്ങൾ ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല, എൻ്റെ മോൻ്റെ മനസ്സ് വേദനിക്കും, അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം, എന്തായാലും നമ്മൾ നിർത്തിവെച്ച് ആ വിവാഹം നമ്മൾ നടത്തുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ മോതിരം മാറ്റലും നമുക്ക് നടത്തണം. പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അജയ് മോൻ്റെ ജീവിതം മോള് കാരണം നശിക്കരുത്. നീ നല്ല രീതിക്ക് നല്ലൊരു കുടുംബിനിയായിട്ട് അവളുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം നീ മറക്കണം. നീ അവിടെ പോയി പഠിച്ചതും അതുപോലെ തന്നെ നീ കുടിക്കുന്നതും അങ്ങനെ നിൻ്റെ ചെയ്ത സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് പുതിയൊരു പെണ്ണായിട്ട് വേണം അജയിനെ വിവാഹം കഴിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വാക്കൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ഭൂമി അവിടേക്ക് വരുന്നത്, മാസ് എൻട്രി നടത്തുന്നത് കേട്ടോ. എൻ്റെ ഭൂമി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കൊരു കാര്യം പറയാനുണ്ട്, മുത്തശ്ശി അതിനെന്നെ അനുവദിക്കണം എന്ന് പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഇനി എന്ത് കാര്യം പറയാനായിട്ട്, നീ ഒറ്റൊരുത്തി ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി, നീ ഒറ്റൊരുത്തി കാരണം ഇവിടെ എല്ലാം ചളമായത്, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം, കണ്ട കച്ചവടക്കാരികൾക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല ഇത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത്, ഭവാനി നീ ഒന്നും മിണ്ടാതിരുന്നേ, ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ പറയട്ടെ എന്ന് പറയാനുണ്ടോ. ഈ കുട്ടിയെ കാണുമ്പോൾ എനിക്കെൻ്റെ സത്യൻ്റെ മോളെ ഓർമ്മ പറയുന്നത്, ഇപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രായമൊക്കെ ആകും, ഇതുപോലെ സുന്ദരിയായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഭൂമിയുടെ മുഖത്തേക്ക് ഇങ്ങനെ തലയിടുമ്പോൾ ഭവാനി ഒന്ന് ഞെട്ടുകയാണിട്ടോ, ഒന്ന് വിറയ്ക്കാനിട്ടോ. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഭവാനി ഒന്ന് ചങ്കിടിപ്പോടുകൂടി നോക്കുകയാണെ. ആ സമയത്ത് നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി അജയ് സാറിന് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അജയ് സാറിൻ്റെ ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥതയും എല്ലാം, പിന്നെ മുത്തശ്ശിനെയും ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചതിക്കുഴിയിലേക്ക് വീഴരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ അഞ്ജനയും അജയ് സാറുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കരുത് മുത്തശ്ശി എന്ന് പറയുമ്പോഴത്തേക്കിനും ഭവാനി അങ്ങ് ചാടിക്കടിക്കുകയാണേ. ഉടനെ മുത്തശ്ശി പറഞ്ഞിട്ട്, നിർത്ത് ഭവാനി, എന്താ മോളെ നീ പറയുന്നത്, നീ എന്തൊക്കെയാ പറയുന്നത്, എന്താ അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ അത് പിന്നെ മുത്തശ്ശി കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്കായിരിക്കും. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അജയ് സാറിൻ്റെ ജീവിതം പോകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയണം, അഞ്ജന ഗർഭിണിയാണ് എന്ന് പറയാൻ കേട്ടോ. അഞ്ജന ഗർഭിണിയാണെന്ന് മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, ഞാൻ ഇന്നലെ ഇവരെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു, എന്നിട്ട് ഞാൻ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ അബോർഷന് വേണ്ടിയിട്ട് ചെന്നിരുന്നായിരുന്നു, ഡോക്ടർക്ക് ക്യാഷൊക്കെ കൊടുത്തു, പക്ഷേ ഡോക്ടർ മേടിച്ചില്ല, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമില്ലെങ്കിൽ ഇത് നോക്കിക്കോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് അഞ്ജലിയുടെ ആ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന പയ്യൻ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അഞ്ജനേനെ കുറേ പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്യുമ്പോൾ അഞ്ജന അത് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീയായിട്ടുള്ള എല്ലാ ബന്ധം ഞാൻ ഉപേക്ഷിച്ചതല്ല, ഇനി എൻ്റെ പിന്നാലെ വരരുതെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ട്രിഗർ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ പയ്യൻ വരികയാണ് വീട്ടിലേക്ക്. ഇതേ സമയത്ത് സെക്യൂരിറ്റി അവിടെ തടഞ്ഞു നിർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ആ പയ്യനെ നമ്മുടെ അഞ്ജനെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമി കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമി പറഞ്ഞിട്ട് പുറത്ത് ആ പയ്യൻ നിൽപ്പുണ്ട്, അഞ്ജനയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പയ്യൻ അഞ്ജനയെ തേടി വന്നതാണ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ആ പയ്യൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്കിപ്പോൾ വ്യക്തമായത് റിപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ഇനി അജയ് സാർ
സാറിൻ്റെ ജീവിതം നശിപ്പിക്കല്ലേ മുത്തശ്ശി, നല്ലൊരു പെണ്ണിനെ അജയ് സാറിന് കിട്ടും, അതുകൊണ്ട് ഇതുപോലുള്ള ഫ്രോഡുകളൊന്നും പിടിച്ച് കെട്ടിക്കല്ലേ മുത്തശ്ശി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശി കാലി ഇളകിയിട്ട് പറയുന്നുണ്ട്, രണ്ടെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജനനെയും അതുപോലെ തന്നെ ഇറക്കി വിടുകയാണ് കേട്ടോ.